ആരാധിപ്പാൻ പരിശുദ്ധ ദൈവത്തെ സ്തുതിപ്പാൻ സ്വർഗത്തിലെ ദൈവം ക്രിസ്തേശുവിൽ നമ്മളെ അതിനെ സ്നേഹിക്കുകയും നടത്തുകയും ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ വിശുദ്ധ പകൽക്കാലം ഹല്ലേലൂയ ആയിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുവാൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം തിരുവചനത്തിൽ നിന്ന് ചില ഹല്ലേലൂയ സ്തോത്രം വചനങ്ങൾ വായിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അതിനായി അപ്പോസ്തലപ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 28-29 വായിച്ചത്. നിങ്ങളെ തന്നെയും യേശു കർത്താവ് സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ യേശുക്രിസ്തു ദൈവത്തിന്റെ സഭയെ ആരാ സമ്പാദിച്ചത്? യേശുക്രിസ്തു തന്റെ രക്തം കൊണ്ട് എന്ത് ചെയ്തിരിക്കാം? സമ്പാദിച്ചിരിക്കുന്ന സഭ ആരുടെയാണ്? ദൈവത്തിന്റെ. രക്ഷിക്കപ്പെടുന്നവരെ ദൈവം ദിനംപ്രതി എന്ത് ചെയ്തുകൊണ്ടിരുന്നു? സഭയോട് ചേർന്ന്. നമുക്ക് സഭ ആരുടെയാ? ദൈവത്തിന്റെ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന സഭയെയും നിങ്ങളെ ആരാണ് അധ്യക്ഷരാക്കിയിരിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് എന്ന് വെച്ചാൽ ദൈവശക്തി നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടം മുഴുവനെയും നമ്മളെ എന്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്? ആട്ടിൻകൂട്ടമാണ്. ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളണം. പിന്നെ പൗലോസ് പറയാണ്, ഞാൻ പോയ ശേഷം ഈ ദൈവമക്കളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ ആരുടെ കടക്കും? ഈ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. എങ്ങനെയാ പൗലോസ് പറയുന്നത് എന്താ? വെളിപ്പാടിന്റെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ ദൈവം സാത്താന്റെ ദൂതനെ എന്ത് ചെയ്തു? ഏൽപ്പിച്ചത്. അപ്പം അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്ന മുഴുവൻ എന്താ? വെളിപ്പാടുകളാണ്. വെളിപ്പാട് പറയുന്നത് ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ എഴുന്നേൽക്കും. അവരെന്ത് ചെയ്യും? വായിച്ചോ, ബാക്കി വായിച്ചേ. അറിയുന്നു. കടന്നിട്ട് അവരെന്ത് ചെയ്യും? ദൈവമക്കളെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം വിപരീത ഉപദേശം അത് എവിടെന്നാ എഴുന്നേക്കുന്നത്? പുറത്തുനിന്നാണോ? നിങ്ങളുടെ ഇടയിൽ ഈ ഇപ്പോൾ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും? വിപരീത ഉപദേശം പ്രസംഗിക്കുന്നവർ എന്ത് ചെയ്യും? എഴുന്നേൽക്കും. അല്ലെങ്കിൽ ആസ്വദം. അത് കഴിഞ്ഞു വായിച്ചോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. പൗലോസത്തെ മരിച്ചതിന് ശേഷം AD 325 എന്ത് ചെയ്തു? വിപരീത ഉപദേശം എന്നാ തുടങ്ങിയത്? പൗലോസ് അന്നേ പ്രവചിച്ച് ഞാൻ പോയ ശേഷം കുടിയ ചെന്നാക്കിൽ എഴുന്നേൽക്കുക. അവരെന്ത് ചെയ്യും? വിപരീത ഉപദേശം കൊണ്ടുവരും. അതായത് അവരെവിടെ നിന്നാണ് എഴുന്നേൽക്കുന്നത്? നിങ്ങളുടെ ഇടയിൽ നിന്നാണ് എഴുന്നേൽക്കുന്നത്. അതുവരെ അവർ നടത്തിക്കൊണ്ടിരുന്നാരാ? പൗലോസിന് പരിശുദ്ധാത്മാവ് വെളിപ്പാട് കൊടുക്കുകയാണ്. വിപരീത ഉപദേശം ഉണ്ടാകും. AD 325 318 ബിഷപ്പുമാർ ചേർന്നാണ് വിപരീത ഉപദേശം തുടങ്ങുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഭൂമിയിൽ അനേക ഉപദേശങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പൗലോസ് തിമോത്തിയോസിനോട് പറയാണ്, 1 തിമോത്തിയോസ് 4:16 വായിച്ചാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. വേഗത്തിൽ നിന്നെ തന്നെയും ഉപദേശത്തെ എന്ത് ചെയ്യണം? പൗലോസ് പറയാണ്, ഞാൻ പോയ ശേഷം കുടി ചെന്നായ്ക്ക് വരുമെന്ന് പറഞ്ഞതിന് ശേഷം തിമോത്തിയോസിന് ലേഖനം എഴുതിയപ്പോൾ തിമോത്തിയോസിനോട് പറയാം, നിന്നെ തന്നെയും ഉപദേശത്തെ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു കൊള്ളുവിൻ. ഈ സത്യോപദേശത്തിൽ എന്ത് ചെയ്യണം? ഉറച്ചു നിൽപ്പിൻ. അങ്ങനെ ചെയ്താൽ നീ നിന്നെ തന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ എന്ത് ചെയ്യും? രക്ഷിക്കും. അപ്പം പ്രസംഗം കേൾക്കുന്നവർ രക്ഷിക്കപ്പെടണം. നിന്നെ തന്നെ എന്ത് ചെയ്യണം? രക്ഷിക്കണം. അതിനായിട്ട് ഹല്ലേലൂയ സ്തോത്രം. ഈ എന്താണ് ഈ വിപരീത ഉപദേശം? പൗലോസ് പറഞ്ഞ വിപരീത ഉപദേശം ഹല്ലേലൂയ സ്തോത്രം സെവന്ത് ഡേ ഒരു ഉപദേശമാണ് അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. AD 1860 ഹെൻഡൻ മാൻ ആണ് എന്ത് ചെയ്തത്? ഈ ഉപദേശം ഉണ്ടാക്കിയത്. 1860 സെവന്ത് ഡേയുടെ ഉപദേശം ഭൂമിയിൽ വന്നത്. പൗലോസ് പറഞ്ഞു, ഞാൻ പോയതിനു ശേഷം എന്ത് ചെയ്യും? വിപരീത ഉപദേശം വരുമെന്ന് പറഞ്ഞു അല്ലേ? 1860 ഹെൻഡക്സ് മാൻ എന്ത് ചെയ്തു? ഈ സെവന്ത് ഡേ ഉപദേശം ഉണ്ടായി. CSI, സാൽവേഷൻ ആർമി, ലൂതർ മിഷൻ, ഇവയ്ക്കെല്ലാം എന്താ? എല്ലാം ഒരേ ഉപദേശമാണ്. ഹല്ലേലൂയ സ്തോത്രം. സാൽവേഷൻ ആർമി ഉണ്ടാക്കിയത് മാർട്ടിൻ ലൂതർ. ഹല്ലേലൂയ സ്തോത്രം. അവരുടെ സ്നാനം എങ്ങനെയാ? കൊടിക്കീഴ്. ഹല്ലേലൂയ. സെവന്ത് ഡേ പിന്നെ അറിയാമല്ലോ, ശനിയാഴ്ചയാണ് അവരുടെ ആരാധന. അവർ ഉപദേശം കൊണ്ടുവന്നത് ഹെൻഡക്സ് മാൻ ആണ്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ IPC ഹല്ലേലൂയ സ്തോത്രം 1923 IPC ഉപദേശം എന്നാ വന്നത്? 1923 വന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഉണ്ടാക്കിയ ആളുടെ പേര് KE ഏബ്രഹാം. ഹല്ലേലൂയ സ്തോത്രം. പുള്ളിക്കാരൻ സ്നാനപ്പെട്ടതോ? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കേട്ടോ.
എന്നിട്ട് അവരിപ്പോ എങ്ങനെയാ സ്നാനം കൊടുക്കുന്നത്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില്. പുള്ളി മാത്രം സ്വർഗത്തിൽ പൊക്കോട്ടെന്നായിരിക്കും പുള്ളി. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അതെല്ലാം ഉപദേശം തെറ്റാന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ആ ഉപദേശത്തെ കുറിച്ച് തന്നെ പറഞ്ഞു വരുന്നത്. യഹോവസാക്ഷിയുടെ ഉപദേശം എന്നാ ഉണ്ടായത്? 1931. ഹല്ലേലൂയ. ഉണ്ടാക്കിയ ആളുടെ പേര് റസൽ. ഹല്ലേലൂയ സ്തോത്രം. ഉപദേശം ഉണ്ടാക്കിയത് റസൽ. പൗലോസ് പറയാണ്, നിങ്ങളുടെ ഇടയിൽ തന്നെ എന്ത് ചെയ്യും? എഴുന്നേൽക്കും. ഹല്ലേലൂയ സ്തോത്രം. AG ഹല്ലേലൂയ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന ചർച്ച് 1911 അല്ലെങ്കിൽ ബെൻ പാസ്റ്റർ, ബെൻ ആണ് ആ പാസ്റ്ററുടെ പേര്, ബെൻ. ആ പാസ്റ്റർ എന്ത് ഉണ്ടാക്കി? AG ചർച്ച് ഉണ്ടാക്കി. അതിനുശേഷം അദ്ദേഹം തന്നെ 1902 വർഷത്തിന് ശേഷം 1916 യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ചർച്ച് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചർച്ചാണ് UPC, യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ചർച്ച് എന്നുള്ള ചർച്ച് ഹല്ലേലൂയ സ്തോത്രം ഉണ്ടാക്കിയ ആളുടെ പേരും എന്താ? ബെൻ പാസ്റ്ററാണ്. പുള്ളിക്കാരൻ ആദ്യം തൃത്വ ഉപദേശം ഉണ്ടാക്കിയതിന് ശേഷം തൃത്വം തെറ്റാന്ന് പറഞ്ഞിട്ട് യേശുവിൻ നാമം എന്ന് പറയുന്ന ഒരു ഉപദേശം ഉണ്ടാക്കി. ഹല്ലേലൂയ സ്തോത്രം. ഇനി TPM, ദി പെന്തക്കോസ്റ്റൽ മിഷൻ എന്ന് പറഞ്ഞ ചർച്ച ഉണ്ട്. TPM 1927 കൃഷ്ണൻകുട്ടി അല്ലെങ്കിൽ പോൾ, ആളുടെ പേര് ക്രിസ്ത്യ പേര് പോൾ, ആളാണ് ഉണ്ടാക്കിയത്. ഹല്ലേലൂയ സ്തോത്രം. 1927 ആള് സ്നാനപ്പെട്ടതും യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. ആള് സ്നാനപ്പെട്ടത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. അതുകൊണ്ട് TPM ചിലയിടത്തൊക്കെ യേശു നാമത്തിൽ സ്നാനപ്പെട്ടവർക്കും ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇനി AD 20 യേശുവിന്റെ ശേഷം 218 വർഷത്തിൽ ജീവിച്ചിരുന്ന തത്തുല്യൻ എന്ന ആളാണ് തൃത്വ ഉപദേശം കൊണ്ടുവന്നത്. AD 325 318 ബിഷപ്പുമാർ ചേർന്ന് എന്ത് ചെയ്തു? കുസ്തന്തിനോസ് അഥേനിയാസ് ഈ വിശ്വാസ പ്രമാണം എന്ത് ചെയ്തു? ഉണ്ടാക്കി. ആര്യൻ എന്നുള്ള ആള് ആര്യനിസം, ഏകത്വം പഠിപ്പിച്ചതിനെതിരെയാണ് ഇത് തൃത്വം അവർ ഉണ്ടാക്കിയത്. ഏകദൈവത്തെ കുറിച്ച് പഠിപ്പിച്ചതിന് എതിരെ അവരെന്ത് ചെയ്തു? ഈ 325 എന്ത് ചെയ്തു? ഈ 218 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന തത്തുല്യൻ എന്ന ആളാണ് എന്ത് ചെയ്തത്? ഈ തൃത്വം കൊണ്ടുവന്നത്. ഹല്ലേലൂയ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 16:26 വായിച്ചാട്ടെ. പിന്നെ താൻ ക്രിസ്തു ആകുന്നുവെന്ന് ആരോട് പറയാതിരിക്കാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 9:25 പറയാണ്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അപ്പൊ ഈ വിപരീത ഉപദേശത്താൽ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രവൃത്തിയുടെ പുസ്തകം 20:7 ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ചു. അപ്പം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ എന്ത് ചെയ്തു? ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഏതാ? ഞായറാഴ്ച. അവരെന്ത് ചെയ്തു? അപ്പം നുറുക്കാൻ കൂടി വന്നു. ഹല്ലേലൂയ സ്തോത്രം. സെവന്ത് ഡേ ആരാധന എന്ന് മുതലാ? എന്നാ അവർ ആരാധിക്കുന്നത്? ശനിയാഴ്ച. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:16 മുതൽ 23 വരെ വാക്യങ്ങൾ വായിച്ചാൽ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 16 മുതൽ 23 വരെ. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാള്, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇത് വരുവാനിരുന്നവന്റെ നിഴല. വരുവാനിരുന്ന ആരാ? ക്രിസ്തു. ഇതൊക്കെ എന്താ? പെരുന്നാള്, വാവ്, ശബത്ത്, ഇതൊക്കെ എന്താ? നിഴല. നമ്മൾ ഒരു മനുഷ്യന്റെ നിഴലിനെ കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു നിഴല് കാണുമ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ വരുന്നുണ്ടല്ലോ എന്നല്ലേ? ആ മനുഷ്യൻ വന്നതിന് ശേഷം നമ്മൾ നിഴലിനെ നോക്കുമോ മനുഷ്യനെ നോക്കുമോ? മനുഷ്യൻ നോക്കി. ക്രിസ്തു വന്നതിന് ശേഷം എപ്പോഴും അവർ എവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഈ വിപരീത ഉപദേശത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക. എന്താണ് ഈ സെവന്ത് ഡേയിലെ വിപരീത ഉപദേശം എന്ന് വ്യക്തമായിട്ടൊന്ന് പഠിക്കണം. ഹല്ലേലൂയ സ്തോത്രം. എന്താണ് അവരുടെ ഉപദേശം? എന്താണ് അവരുടെ ദൈവം? ആരെയാണ് അവർ ആരാധിക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ശബത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അറിയാം? വിശ്രമം അല്ലെങ്കിൽ സ്വസ്ഥത. അത്രയേ ഉള്ളൂ. ശബത്തിന്റെ അർത്ഥം എന്താ? വിശ്രമം അല്ലെങ്കിൽ സ്വസ്ഥത. 2 ദിനവൃത്താന്ത പുസ്തകം 36:21 വായിച്ചാൽ. യഹോവയുടെ വചനം ദേശം അതിന്റെ ശബത്തുകളെ അനുഭവിച്ച് കഴിയുവോളം തന്നെ 70 വർഷം തികയോളം
അവർ ശബത്ത് അനുഭവിച്ചു എന്ന് വെച്ചാൽ സ്വസ്ഥത അനുഭവിച്ചു എന്നർത്ഥം. ലേവ്യ പുസ്തകം 25:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് ശബത്ത്? നമ്മൾ ഓരോ ദിവസം വിപരീത ഉപദേശമുണ്ട്. ഓരോ സഭയുടെ ഉപദേശം എന്താണെന്ന് നമുക്ക് പഠിക്കാൻ പോകും. ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ദേശം യഹോവയ്ക്ക് ശബത്ത് ആചരിക്കണം. ശബത്ത് എന്ത് ചെയ്യണം? ആചരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. 1 മുതൽ 4 വരെ ആയോ വായിക്കും. ശബത്ത് ആചരിക്കണം. 6 സംവത്സരം 6 വർഷം നിന്റെ നിലം വിതയ്ക്കണം. നിന്റെ നിലം എന്ത് ചെയ്യണം? വിതയ്ക്കണം. അവളും 6 സംവത്സരം നിന്റെ മുന്തിരിത്തോട്ടം വഴിത്തല മുറിച്ച അനുഭവം എടുത്തുകൊള്ളണം. 7-ാം സംവത്സരത്തിലോ ദേശത്തിലെ സ്വസ്ഥതയുള്ള ശബത്തായ സ്വസ്ഥത. ശബത്തിന്റെ അർത്ഥം എന്താ? സ്വസ്ഥത. സ്വസ്ഥതയുള്ള ശബത്തായ യഹോവയുടെ ശബത്തായിരിക്കുന്നു. ഈ ശബത്ത് എന്ന് പറഞ്ഞാൽ ആർക്ക് കൊടുത്തതാ? യഹൂദന്മാർക്കും ഒരു രാജ്യത്തിനും ഒരു ജനതയ്ക്കും കൊടുത്താ. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തു വന്നതിന് ശേഷം അബ്രഹാമിനോട് എന്താ പറഞ്ഞേ? ആദ്യം തന്നെ നീ ബഹുജാതികൾക്ക് പിതാവാകൊണ്ട് നമ്മൾ കൈലാശി ചിന്തിച്ചു. നീ ആരാകണം? എന്റെ പേര് അബ്രഹാം എന്നാകും. ഹല്ലേലൂയ, സ്തോത്രം. ബഹുജാതികൾക്ക് പിതാവായത് എപ്പോഴാ? അല്ലെങ്കിൽ ബഹുജാതികൾ കർത്താവിലേക്ക് നേടിയത് എപ്പോഴാ? ഈ ന്യായപ്രമാണം നമുക്കുണ്ടോ? ന്യായപ്രമാണം ആർക്കുള്ളതാ? യഹൂദന്മാർക്ക് മാത്രമുള്ളതാ. ജാതികൾക്ക് ന്യായപ്രമാണം ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. എബ്രായർ 4:4 ഇതാണ് ഇവർ പഠിപ്പിക്കുന്നത് കേട്ടോ. ശബത്തുകാർ പഠിപ്പിക്കുന്നത്. എബ്രായ ലേഖനം 4:4. 7-ാം നാളില് ദൈവം തന്റെ സകല പ്രവൃത്തിയിൽ നിന്ന് എന്ത് ചെയ്തു? സ്വസ്ഥനായി പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടെ ഒരു സ്വസ്ഥതയെ കുറിച്ച് പറയുന്നുണ്ട്. 7-ാം നാള്. അപ്പൊ അതുകൊണ്ടാണ് സെവന്തരക്കാർ പറയുന്നത് 7-ാം ദിവസമാണ് എന്ത് ചെയ്യുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ഇനി അതിന്റെ 4:9 കൂടെ വായിച്ചാട്ടെ. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് എന്തുണ്ടായിരിക്കുന്നു? ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുക. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നു പറയുന്നത്? ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു സെവന്തര ആരാധന അല്ലെങ്കിൽ ഒരു ശനിയാഴ്ചയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്ന് ഹല്ലേലൂയ, സ്തോത്രം. അവർ ദൈവത്തെ ജനത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:16. അതുകൊണ്ട് കൊലോസ്യർക്ക് പൗലോസ് ലേഖനം എഴുതുന്ന പറയാണ്, അതുകൊണ്ട് നമ്മുടെ ബൈബിളിൽ എല്ലാത്തിനും ഒരു കണ്ടീഷൻ ഉണ്ടോ? അതുകൊണ്ട്, എന്നാൽ, എങ്കിൽ, അല്ലേ, ഇങ്ങനെ ചെയ്താൽ, അല്ലേ എന്നൊക്കെ ദൈവത്തിന് വചനത്തിന് എല്ലാത്തിനും ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാള്, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങൾ എന്ത് ചെയ്യരുത്? വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ദേഹം പൊരുൾ എന്നതോ ക്രിസ്തു എന്നുള്ള. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, സ്തോത്രം. ഇതിലെങ്ങനെ എഴുതിക്കുന്നത്? പൊരുൾ എന്നതോ ക്രിസ്തു ഉള്ളത്. ദേഹവും പൊരുളും എല്ലാം ഒന്ന് തന്നെ. പൊരുൾ എന്നതോ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അപ്പൊ ശബത്തുണ്ട്, വാവുണ്ട്, പെരുന്നാളുണ്ട്. ഇതെല്ലാം എന്താ? നിഴല. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഒരു നിഴലും ഇങ്ങനെ മുമ്പോട്ട് വരികയാണ്. ആ നിഴലെ നമ്മൾ നോക്കുമ്പോൾ ഒരാൾ വരുന്നുണ്ടെന്ന് അറിയും. ആ ആൾ നമ്മുടെ അടുത്തെത്തി കഴിയുമ്പോൾ പിന്നെ നമ്മൾ നിഴലെ നോക്കും, ആളുടെ മുഖത്ത് നോക്കും, ആളെ നോക്കും. ഇപ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്തു? വരുവോളം നമ്മളെ എല്ലാം ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരുന്നതായ നിയമങ്ങളാണ് ശബത്ത്, വാവ്, പെരുന്നാള്. ഹല്ലേലൂയ, സ്തോത്രം. ഈ വകയിലൊന്നും നിങ്ങളെ ആരും എന്ത് ചെയ്യരുത്? വിധിക്കരുത്. ഹല്ലേലൂയ. എബ്രായർ ലേഖനം 10:1 വായിച്ചാട്ടെ. ന്യായപ്രമാണം എന്താണ്? ഇതൊക്കെ ന്യായപ്രമാണമാണ്. ശബത്തൊക്കെ എന്താണ്? ന്യായപ്രമാണം എന്താണ്? വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ ആ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല. സ്വന്തം രൂപം ആരാ? സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം രൂപം, അല്ലേ? ആരുടെ? ക്രിസ്തു ആരുടെ രൂപമാണ്? ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി അവരിൽ വസിക്കുന്നത് ദൈവത്തിന്റെ ദേഹരൂപമാണ് ക്രിസ്തു. അപ്പം സ്വരൂപമല്ലാതെ അതേ യാഗങ്ങൾ. ന്യായപ്രമാണം എന്താ? ആണ്ടുതോറും കഴിക്കണം. ന്യായപ്രമാണം എന്താ? നമുക്ക് യാഗം കഴിക്കണം. നമുക്ക് വേണ്ടി ഒരുവൻ എന്ത് ചെയ്തു? അവൻ എന്ത് ചെയ്തു? യാഗമായി തീർന്നു. അതായത് പൊരുൾ വന്നു കഴിഞ്ഞു. പിന്നെയും നമ്മൾ നെഴി നോക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് വായിക്കും.
അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും പൂർത്തി വരുത്താൻ പറ്റില്ല. ഈ സെവന്ത് ഡേ കൊണ്ടോ ഈ ശബത്ത് വാവ് പെരുന്നാൾ ഇതൊന്നും കൊണ്ട് ഒരു നാൾ നമുക്ക് എന്ത് ചെയ്യില്ല, പൂർത്തി വരികയില്ല. ഹല്ലേലൂയ സ്തോത്രം. 10:4 മുതൽ 9 വരെ. 10:4 മുതൽ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും അല്ല, ലോകത്തിൽ വരുമ്പോൾ ഹന്യാവും വഴിപാടൊന്നും ദൈവത്വം നിശ്ചയിച്ചില്ല. ഒരു ശരീരം പിതാവ് എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു, ഒരുക്കിയിരിക്കുന്നു. ഈ സർവാമ ഹോമയാഗങ്ങളോ ശബത്തോ വാവോ പെരുന്നാളോ ശബത്തോ ഇതിലൊന്നും ദൈവം എന്ത് ചെയ്തില്ല, പ്രസാദിച്ചില്ല. പിന്നെ എന്തിനാ ശബത്ത്? വായിക്കേ, ശബത്ത് വായിക്കേ. അപ്പോൾ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു. പുസ്തകത്തിൽ എന്ത് ചെയ്തു, എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഞാൻ അല്ലെങ്കിൽ ആ പൊരുൾ വരും, അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം, നിഴൽ ആചരിക്കണം. എന്ന് വരെ ഈ നിഴലുണ്ടത് പൊരുൾ വരുന്നവരെ, ക്രിസ്തു വരുന്നവരെ ശബത്തുണ്ടായിരുന്നു, വാവുണ്ടായിരുന്നു, പെരുന്നാളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. പൊരുൾ വന്നതിന് ശേഷം ഇതൊക്കെ എന്ത് ചെയ്തു, നിന്നുപോയി. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയാണ്, ശബത്ത് ന്യായപ്രമാണത്തിലേ പറഞ്ഞു ശബത്ത് നിന്ന് പോകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2:11 പറയുകയാണ്, ഉത്സവങ്ങളും അമാവാസികളും ശബത്തുകളും അവരുടെ വിശേഷ ദിവസങ്ങളും എല്ലാം ഇല്ലാതെയാകും എന്നേ പ്രവചിച്ചു. ഹോശേയ എന്നേ പ്രവചിച്ചു. ക്രിസ്തുവിന് മുമ്പേ പ്രവചിച്ചു. ക്രിസ്തുവിന് മുമ്പേ പ്രവചിച്ചതെല്ലാം നിവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ക്രിസ്തുവിന് വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു, ഹോശേയ പ്രവചിച്ചു. പെരുന്നാൾ നിന്ന് പോകും, ശബത്ത് നിന്ന് പോകും, വാവ് നിന്ന് പോകും, ഇതെല്ലാം നിന്നു പോകും. പിന്നെ ഇപ്പൊ ശനിയാഴ്ച ആരാധിച്ചോണ്ടിരിക്കുക. അല്ലെങ്കിൽ അതൊക്കെ നിന്നു പോകുന്ന എന്നെ പ്രവചിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അന്നേ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:18 മുതൽ വായിച്ചാട്ടെ. ഹല്ലേലൂയ. അവർ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്നില്ല. ഇങ്ങനെയുള്ളവരാരാ? കൊലോസ്യർ വായിക്കേ. 2:18 മുതൽ. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനം കണ്ടോ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ പോയതിനു ശേഷം എന്ത് ചെയ്യും, വിപരീത ഉപദേശം വരുന്നു. സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ അഹങ്കരിക്കുകയും തലയാകുന്ന ക്രിസ്തുവിനെ മുറുകെ പിടിക്കാതെ ആരും നിങ്ങളെ വിരുദ് തെറ്റിക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചോ, 19 വായിച്ചോ. തലയാകുന്ന ക്രിസ്തുവിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം പ്രാപിച്ച് ഏകീഭവിച്ചു. ഒരു ശരീരമായി ഉണ്ടോ, ഏകീഭവിച്ച് ദൈവികമായ വളർച്ച എന്ത് ചെയ്യുന്നത്, പ്രാപിക്കുന്നത്. അപ്പം നിഴലല്ല, പൊരുളിലാണ് എന്ത് ചെയ്യുന്നത്, ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. നിഴലിലൂടെ നമുക്ക് വളർച്ച എന്ത് ചെയ്യില്ല, കഴിയില്ല. ശബത്ത് വാവ് പെരുന്നാള് ഈ ദുരുപദേശത്തിലൊന്നും എന്ത് ചെയ്യില്ല, നമുക്ക് വളർച്ച ഉണ്ടാകാൻ കഴിയില്ല. ഹല്ലേലൂയ സ്തോത്രം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:1 മുതൽ വേഗത്തിൽ വായിച്ചു. എന്തിനാ നമ്മളെ വിളിച്ചിരിക്കുന്നത്? സ്വാതന്ത്ര്യത്തിന്. ഈ ശബത്ത് വാവ് പെരുന്നാളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായി. അല്ലെങ്കിൽ നിങ്ങളും പോയി എന്ത് ചെയ്താലും പശുക്കിടാക്കളെയും ആട്ടുകൊറ്റിന്റെയൊക്കെ നിങ്ങൾ യാഗം കഴിക്കേണ്ടി വന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇതിന്റെ എല്ലാം നമ്മളെ വിടുവിച്ചിട്ട് പറയാണ്. വായിക്കേ, ഒന്നുകൂടെ വായിച്ചേ. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറച്ചു നിൽക്കണം. അടിമനുഖം. അടിമനുഖം ഏതാ? ന്യായപ്രമാണത്തിൽ എന്താ പറയുന്നത് ബൈബിളില്? അടിമനുഖം. അപ്പൊ ശബത്ത് എന്താ? അടിമനുഖം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ തൃത്വം ഉണ്ടാക്കിയ ആള്. ഇതൊക്കെ എന്താണ്? വിപരീത. പൗലോസ് പറഞ്ഞു, ഞാൻ പോയ ശേഷം ഹല്ലേലൂയ AD 325 വരെ ഒറ്റ ഉപദേശം, ഏക ദൈവവും ഏക കർത്താവും ഉള്ള എല്ലാവർക്കും. അതിനുശേഷം എന്തായി? 3 ദൈവങ്ങളെ ഉണ്ടാക്കി. ഹല്ലേലൂയ സ്തോത്രം. പൗലോസ് പറഞ്ഞു, വിപരീത ഉപദേശം കൊണ്ടുവരും. അതിലൊരു ഉപദേശത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത്. അടുത്ത ആഴ്ച വേറെ ഒരു ഉപദേശത്തെ കുറിച്ച് പഠിപ്പിക്കാം. ഹല്ലേലൂയ. ഇവരുടെ സഭയിൽ ഈ ലോകത്തുള്ള യഹോവ സാക്ഷി, ഇപ്പൊ ഞാൻ പറഞ്ഞ യഹോവ സാക്ഷി ആരാ ഉണ്ടാക്കിയത്, ഹല്ലേലൂയ, അങ്ങനെയുള്ള ഓരോ സഭകളിലെ ഉപദേശം എന്താണെന്നും അത് ദൈവികമാണോ ബൈബിളിക്കലാണോ എന്നും നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ പറയാണ്, അടിമനുഖത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, പിന്നെയും കുടുങ്ങി പോകരുത്. പരിച്ഛേദന എന്താ? ന്യായപ്രമാണം അല്ലേ? പരിച്ഛേദന, ശബത്ത്, വാവ്, ഇതൊക്കെ എന്താ? ന്യായപ്രമാണം. പരിച്ഛേദന ഏറ്റാൽ യേശുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. സഹോദരക്കാർക്ക് യേശുവിനെ കൊണ്ട് വലിയ പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല.
ആ പൗലോസ്, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന പൗലോസ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിനെ അയക്കപ്പെട്ട അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല. അല്ലെങ്കിൽ ആ സ്തോത്രം. അല്ലെ ന്യായപ്രമാണം എന്ന് പറയുന്നത് അടിമനുഭവം, പരിച്ഛേദന. അല്ലെങ്കിൽ ആ സ്തോത്രം 4 പേര് വായിച്ചോ. ഈ പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും ഈ പരിച്ഛേദന ഏൽക്കുന്ന എവരോട് പറയാം, ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ മുഴുവൻ നിവർത്തിപ്പാൻ അവൻ കടപ്പെട്ടിരിക്കുകയാണ്. ശബത്തുണ്ട്, വാവുണ്ട്, പെരുന്നാളുണ്ട്, ഇതൊക്കെ നടത്തണം. അതുപോലെ നോക്കരുത്, തൊടരുത്, രുചിക്കരുത്, കണ്ണിന് ഒരു കണ്ണവനെ ഇടച്ചു വരിച്ചാൽ മറ്റേ കണ്ണ് നമ്മൾ ചൂടുത് കളയണം. അല്ലേ? പല കാര്യങ്ങളും എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ആസ്പത്രി ന്യായപ്രമാണം. കണ്ണിന് പകരം കണ്ണ് ചെയ്യണം. ഒരുത്തന്റെ കണ്ണ് ഒരുത്തനെ അടിച്ചു പറിച്ചാൽ മറ്റവൻ അവൻ എന്ത് ചെയ്യണം? മറ്റവന്റെ കണ്ണും അടിച്ചു പൊളിക്കണം. യേശു കർത്താവ് നമ്മളെങ്ങനെയാണ് പറഞ്ഞത്? ചെകിട്ടത്തെ അടിച്ചാൽ മറു ചെകിടും കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആസ്പത്രം ഇവിടെ പഠിപ്പിക്കുന്നത് എന്താ? ന്യായപ്രമാണം മുഴുവനും സാക്ഷീകരിക്കും. ഈ ന്യായപ്രമാണം ശബത്ത് കൊണ്ട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ പോകുന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് എന്ത് ചെയ്തു? വേർപെട്ടു പോയി. പിന്നെ കൃപയിൽ നിന്നും വീണുപോയി. 2 കാര്യം അവിടെ സംഭവിച്ചു. ദിവസത്തെ ആരാധിക്കുന്നത് നിങ്ങൾ ദിവസം വായിക്കാൻ താഴ്ത്തു വരുമ്പോൾ പറയാം, ഈ ശനിയാഴ്ച ദിവസത്തെ ആചരിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ എവിടെ നിന്ന് വീണുപോയി? ക്രിസ്തുവിൽ നിന്നും വേർപെട്ടു പോയി. 2 കൃപയിൽ നിന്നും വീണുപോയി. അപ്പൊ ഇവർ കൃപയിലല്ല, നമ്മളൊക്കെ കൃപയിലായിരിക്കുന്നത്. അവരാരിലില്ല. നമ്മൾ ജീവിക്കുന്നത് കർത്താവിന്റെ കൃപയത്തെ. ഹല്ലേലൂയ സ്തോത്രം. പൗലോസ് പറയും, ഞാൻ ജീവിക്കുന്നത് കർത്താവിന്റെ കൃപയത്തെ, എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ കൃപയിൽ നിന്നും വീണുപോയി, ക്രിസ്തുവിൽ നിന്നും വേർപെട്ടും പോയി. ഹല്ലേലൂയ. എബ്രായർ 9:1 മുതൽ വായിച്ചാട്ടാൽ. ഹല്ലേലൂയ സ്തോത്രം. ആദ്യ നിയമം ഏതാ? ന്യായപ്രമാണം. ആദ്യ നിയമത്തിൽ എന്തൊക്കെയുണ്ട്? ആരാധിക്കുന്ന ചട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യണം. ഫസ്റ്റ് ഒരു ഹല്ലേലൂയ സ്തോത്രം, പിന്നെ പ്രാർത്ഥനയാണെങ്കിൽ പ്രാർത്ഥന, അല്ലെങ്കിൽ പാട്ടാണെങ്കിൽ പാട്ട്, അല്ലെങ്കിൽ യാഗമാണ് യാഗം. ആദ്യത്തിന് എന്തുണ്ടായിരുന്നു? ചട്ടങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യ നിയമം ചുരുക്കി പറഞ്ഞ ആദ്യ നിയമം എന്താ? ജഡികമാണ്. അല്ലെങ്കിൽ സ്തോത്രം. ആദ്യം എന്താ? ലൗകികമാണ്. ആദ്യ നിയമം ഏതാ? ന്യായപ്രമാണം ഏതാ? ലൗകികമാണ്. എബ്രായർ 9:10 വായിച്ചാൽ. അവര് വിവിധ സ്നാനങ്ങൾ എന്നിവയോട് കൂടെ അവരൊക്കെ എന്താണ്? ഇതൊക്കെ എന്താ? ജഡിക നിയമങ്ങളാണ്. ഏത്? ശബത്ത്, വാവ്, പെരുന്നാൾ, ഇതൊക്കെ എന്ത് നിയമമാണ്? ജഡിക നിയമങ്ങളാണ്. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ പതിനാല് വായിക്കുന്നത്. ക്രിസ്തുവോ 9:14 മുതൽ. അത് നമ്മൾ ഈ ക്രിസ്തുവിന്റെ രക്തം ആരെ ആരാധിക്കാനാണ്? ക്രിസ്തുവിനെ ആരാധിക്കാനാണോ ദൈവത്തെ ആരാധിക്കാനാണോ? ഇന്ന് എല്ലാവരും ആരെ ആരാധിക്കുന്നത്? ക്രിസ്തുവിന്റെ രക്തം ആരെ ആരാധിക്കാനാണ്? ദൈവത്തിലേക്കുള്ള ഈ നടുച്ചുവർ, ഈ ന്യായപ്രമാണം വന്ന നടുച്ചുവർ ഇടിച്ചിട്ട് ഇരുപക്ഷത്തെയും ക്രിസ്തു എന്ത് ചെയ്തു? ഒന്നാക്കിയപ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. എങ്ങനെ? വഴിയാകുന്ന ക്രിസ്തുവിലൂടെ ദൈവത്തെ ആരാധിക്കണം. വഴി പോയി നിന്നിട്ട് വഴി ആരാധിച്ചിട്ട് വരാനല്ല പറഞ്ഞ യേശു, ഞാനാണ് വഴി, സത്യം, എന്നിലൂടെ വരുന്നവൻ ആരെ കാണും? പിതാവിലേക്ക് വരും. ഹല്ലേലൂയ സ്തോത്രം. അപ്പോ ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകപ്പെട്ടത് എന്തിനാ? ആരെ ആരാധിക്കാനാ? ഹല്ലേലൂയ സ്തോത്രം. ബൈബിളിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ളതാണ് സുവിശേഷം. എന്താണ് സുവിശേഷം? ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയാനായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. ആ കർത്താവിനെ എന്ത് ചെയ്തു? രണ്ടാമത്തെ ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചാൽ ആദ്യ നിയമത്തിലെ എന്ന് വെച്ചാൽ ന്യായപ്രമാണത്തിലെ ലംഘനത്തിൽ നിന്നും വീണ്ടെടുപ്പിനായിട്ട് ഒരു മരണം ഉണ്ടായി. അത് യേശുവിന്റെ മരണം. നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്കാണ് ലഭിക്കുന്നത്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി മധ്യസ്ഥനാവും. ഹല്ലേലൂയ സ്തോത്രം. 17 വരെ വായിച്ചു. നിയമമുള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം ആവശ്യം. യേശു കർത്താവ് മരിച്ച ശേഷം നിയമം എന്ത് ചെയ്തു? സ്ഥിരമായത്.
ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് ജീവിച്ചിരുന്ന കാലം ഞാൻ വരെ ന്യായപ്രമാണത്തിൽ എന്നുണ്ടായിരുന്നു. അതുവരെ ശബത്തൊക്കെ ഉണ്ടായിരുന്നു. ശബത്ത് തോറും യേശു കർത്താവ് എന്ത് ചെയ്തു? പള്ളിയിൽ പോയി പ്രസംഗിച്ചില്ലേ? ശബത്തിൽ എന്ത് ചെയ്തു? അവരുടെ ശിഷ്യന്മാര്, കർത്താവിന്റെ ശിഷ്യന്മാര് കതിരൊക്കെ പറിച്ചു തന്നപ്പോൾ മറ്റുള്ളവർ വന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഒരാടെ ഞാൻ കെട്ടി വീണ നിങ്ങൾ എന്ത് കയറ്റാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ചില്ലേ? അല്ലെങ്കിൽ ആ സ്തോത്രം. യേശു കർത്താവ് മരിച്ചതിന് ശേഷമാണ് പുതിയ നിയമം. അപ്പം മരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഏത് നിയമത്തിൽ പോകരുത്? ശബത്താരാധനയില്, വാവല്, പെരുന്നാളില് ഇതിലൊന്നും എന്ത് ചെയ്യരുത്? പോകരുത്. അല്ലെങ്കിൽ ആ സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 5-6 വായിച്ചാൽ നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ എന്ത് ചെയ്തിരുന്നു? വ്യാപരിച്ചു കൊണ്ടിരുന്നു. ഇപ്പോഴോ എപ്പം? യേശുവിന്റെ മരണത്തിന് ശേഷം. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് നമ്മളെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം ഉണ്ടല്ലോ, ശബത്ത്, വാവ്, പെരുന്നാള്, ഇതിൽ നിന്നും സംബന്ധിച്ച് നമ്മൾ അതിന് മരിച്ചുപോയി. നമ്മളിപ്പോ ജീവിക്കുന്ന പുതിയ നിയമത്തിലാണ് കേട്ടോ. അതിലൊക്കെ മരിച്ചിരിക്കുന്നതായ അക്ഷരമാണ് ന്യായപ്രമാണം. എന്താ? അക്ഷരമാണ്. അതായത് കല്ലി കൊത്തിരിക്കുന്നതായ അക്ഷരം. പിന്നെ കല്ലി കൊത്തി മോശ കൈ കൊടുത്തു വിട്ടിരിക്കുന്ന അക്ഷരത്തിലല്ല, പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരാ. ഇതിന്ന് ന്യായപ്രമാണം ഏതാ? ശബത്ത്, വാവ്, പെരുന്നാള്, സെവന്ത് ഡേ എന്നൊക്കെ നമ്മൾ ആരാന്ന് പറഞ്ഞേ? ഒഴിവുള്ളവരാ. അപ്പൊ നമ്മൾ സെവന്ത് ഡേ ആരാധന ശരിയാണോ? അല്ല. പൗലോസ് പറഞ്ഞു, ഞാൻ പോയതിനു ശേഷം എന്ത് ചെയ്യും? കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് വരും. അവരെന്ത് ചെയ്യും? വിപരീത ഉപദേശം കൊണ്ടുവരും. അപ്പൊ നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരാ. ഒഴിവുള്ളവർ വീണ്ടും എവിടെ പോയിരിക്കാം? ശനിയാഴ്ച പോയി ആരാധിച്ചോണ്ടിരിക്കാം. അല്ലെങ്കിൽ ആ സ്തോത്രം. 6:10 മുതൽ 14 വരെ റോമർക്ക് എഴുതിയ തന്നെ ഒരിക്കൽ മാത്രമാണ് മരിച്ചത്. ജീവിക്കുന്നതോ ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി ന്യായപ്രമാണ സംബന്ധമായി നമ്മള് മരിച്ച് എന്നും. ഇപ്പൊ പുതിയ നിയമം സംബന്ധിച്ച് നമ്മൾ ആരാ? ക്രിസ്തേശുവിൽ. ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? നമ്മള് ഒന്നുകൂടെ വായിച്ചേ. ക്രിസ്തേശുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ഇവര് ക്രിസ്തേശുവിന് വേണ്ടി ജീവിക്കുക. ക്രിസ്തേശുവിൽ ആർക്ക് വേണ്ടി ജീവിക്കണം? നമ്മള് സത്യദൈവത്തിന് വേണ്ടി ജീവിക്കണം. ക്രിസ്തേശു നമ്മളെ രക്ഷിച്ച എന്തിനാ? ജീവനുള്ള ദൈവത്തിലേക്ക്, സത്യദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് നമ്മളെ ജീവിപ്പിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ദൈവപുത്രനെ അനുസരിക്കാത്ത ഒരുത്തനും അവിടെ എന്ത് ചെയ്യില്ല? സ്വർഗരാജ്യത്തിന് പോകില്ല. സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ കർത്താവ് നമ്മളോട് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 4:10 പറയാണ്, നിങ്ങൾ ദൈവത്തെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആരാധിക്കാവുന്ന യേശു കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. വായിക്കും. നിങ്ങളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം? സത്യപിതാവിന് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പിതാവിന്റെ പേരൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ഇനി ഹല്ലേലൂയ സ്തോത്രം 6:22 കൂടെ വായിച്ചു നോക്കാം. പാപത്തിൽ നിന്ന് എന്ന് വെച്ചാൽ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം എന്തൊക്കെയാണ്? വിശദീകരണം. യേശുവിൽ വരുന്നവർക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്? ന്യായപ്രമാണത്തിൽ കിടക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് വിശദീകരണവും അതിന്റെ അന്ത്യം എന്താ? നിത്യജീവന. ഹല്ലേലൂയ സ്തോത്രം. യേശു ക്രിസ്തുവിലുള്ളവന് എന്താ? അവന്റെ അവസാനം എന്താ? നിത്യജീവന. ഹല്ലേലൂയ സ്തോത്രം. നിത്യജീവനെ കുറിച്ച്, ജീവൻ എങ്ങനെയാ കിട്ടിയെന്നൊക്കെ കുറിച്ച് ഇനി ഒരു ദിവസം ക്ലാസ് എടുക്കാം. എന്തായാലും ഹല്ലേലൂയ സ്തോത്രം. 23 കൂടെ വായിച്ചത്. പാപത്തിന്റെ ശമ്പളം ഏതാ? ന്യായപ്രമാണം. ന്യായപ്രമാണത്തിന്റെ ശമ്പളം മരണം അത്രേ. ദൈവത്തിന്റെ കൃപാദാനം ആരാ? ക്രിസ്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിത്യജീവൻ തന്നെ. ഹല്ലേലൂയ സ്തോത്രം. നിത്യജീവൻ തന്നെയാണ് നമുക്ക്. ന്യായപ്രമാണത്തിന്റെ മക്കൾക്ക് എന്താ? മരണം. ന്യായപ്രമാണത്തിന്റെ മക്കൾക്ക് മരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെവന്ത് ഡേ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ, ശബത്ത്, വാവ്, പെരുന്നാൾ ഒക്കെ ന്യായപ്രമാണം. അതിന്റെ മക്കൾക്ക് എന്താന്ന് പറഞ്ഞേ? മരണം. എന്താ മരണമാണത്? രണ്ടാം മരണം. എന്ത് മരണം? 2 വട്ടം ചത്തവർ. നമ്മൾ വായിക്കില്ലേ കഴിഞ്ഞ ആഴ്ച? 2 വട്ടം ചത്തവർ. സ്നാനത്തിൽ ഒരു ചത്ത് കിടക്കുക. ഹല്ലേലൂയ സ്തോത്രം. അപ്പോ 2 വട്ടം ചത്തവർ. ഹല്ലേലൂയ സ്തോത്രം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:14. ഹല്ലേലൂയ സ്തോത്രം. അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ചിട്ട്
ചട്ടം എന്തായിരുന്നു? ന്യായപ്രമാണമാണ് ചട്ടം അല്ലേ? ചട്ടങ്ങളാൽ നമുക്ക് കല്ലിൽ എഴുതി കൊടുത്തിരുന്ന ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായിരുന്ന പ്രതികൂലമായിരുന്ന കയ്യെഴുത്തായിരുന്നത്. അത് മായിച്ചിട്ട് ക്രൂശിൽ അതിനെ കൊണ്ട് തറച്ചു. ന്യായപ്രമാണത്തേക്ക് എവിടെ തറച്ചത്? യേശു നമ്മുടെ സകല ശാപവും പാവവും അല്ലേ, സാക്ഷാൽ നിങ്ങളുടെ രോഗങ്ങളെല്ലാം എന്ത് ചെയ്തു? അവൻ വഹിച്ചു. അന്ന് യേശു കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ ഈ ലോകത്തിന് എത്ര രോഗമുണ്ടോ അത്ര രോഗം യേശുവിന്റെ മേലുണ്ടായിരുന്നു. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? സാക്ഷാൽ അവൻ നമ്മുടെ സകല രോഗങ്ങളും എന്ത് ചെയ്തു? ചുമന്ന ശാപങ്ങളും എന്ത് ചെയ്തു? ചുമന്നു. അപ്പൊ ഇന്ന് ലോകത്ത് എത്ര സ്ഥലം രോഗമുണ്ടോ അത്ര രോഗവും യേശുവിന്റെ മേൽ, ആ പാപത്തിൽ നിന്നുള്ള രോഗം മുഴുവൻ യേശുവിന്റെ മേലുണ്ടായിരുന്നു. അതൊക്കെ ചുമന്നൊഴിച്ചുകൊണ്ടാണ് യേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സൗഖ്യം വരുന്നത്. വിശ്വസിക്കുന്നവർക്ക് കേട്ടോ, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക്, യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുകയും യേശുവിനെ കർത്താവെന്ന് ആവേണ്ട ഏറ്റു പറയുന്നവർക്കും എന്ത് ചെയ്യുന്നുണ്ട്? വിടുതലുണ്ട്. ആ യേശു കർത്താവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് എന്തുണ്ട്? ആ വിടുതല് ഉണ്ട്. അതിൽ വായിച്ചോട്ടെ. മായിച്ച് ക്രൂശിൽ തറച്ച് എന്ത്? നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞ. നടുവിൽ എന്താ ഉണ്ടായിരുന്നേ? ന്യായപ്രമാണം അല്ലേ, ശബത്ത്, വാവ്, പെരുന്നാൾ, ഇതൊക്കെ എന്ത് ചെയ്തു? നീക്കിക്കളഞ്ഞതിനെ ഇപ്പൊ എടുത്തോണ്ട് വരിക. അത് എടുത്തോണ്ട് വരുമെന്ന് ആരെന്നേ പറഞ്ഞു? ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്തുവിന് ശേഷം ഉണ്ടായിരുന്ന പൗലോസ് അന്നേ ഈ AD 325 മുമ്പേ എന്ത് ചെയ്തു? ഹല്ലേലൂയ പറഞ്ഞു വെച്ചു, ഞാൻ പോയതിനു ശേഷം എന്ത് ചെയ്യും? കൊടിയ ചെന്നായിട്ട് നിങ്ങളുടെ ഇടയിൽ നിന്നാണ് എഴുന്നേക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്ത്യാനികളിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് ഉപദേശം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഏതെങ്കിലും ഒരു വാക്യം വായിച്ചിട്ട് അവർ അതിൽ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? സാത്താൻ അവരുടെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് പോയിട്ട് ആ ഉപദേശത്തിന് എന്ത് ചെയ്യുന്നു? വിപരീത ഉപദേശത്തിന് അവരെ എന്ത് ചെയ്യുക? അടിമയാക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4:9 മുതൽ 9-10 വായിച്ചോട്ടെ. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്താനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് ആ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ ആരാ? യേശു. അവന് തന്റെ പ്രവൃത്തിയിൽ നിന്ന് എന്ത് ചെയ്തു? ഈ ഭൂമിയിൽ വന്ന് എന്ത് ചെയ്തു? അവൻ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട ആ ഉയർത്തെഴുന്നേറ്റ് ഇവിടെ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? സ്വസ്ഥനായിട്ട് പിതാവിന്റെ വലതുഭാഗത്ത് ശത്രു തന്റെ പാതകളും ആഗോളം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കാത്തുകൊണ്ടിരിക്കുക. നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. ശത്രു ഇതുവരെയായിട്ട് പാതകളും ആയിട്ടുണ്ടോ? ഇല്ല. പാതയുടെ ആഗോളം കാത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചു. ആ സ്വസ്ഥത ഏതാണ്? ആ സ്വസ്ഥത അതിന് ദിവസമുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. ആ ദിവസം ഉണ്ടോ എന്ന് ഞാൻ വീണ്ടും പഠിപ്പിച്ചു വരാം. ഹല്ലേലൂയ സ്തോത്രം. ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്സാഹിക്കണം. ഏത് സ്വസ്ഥതയിൽ? യേശു ഹല്ലേലൂയ സ്തോത്രം ഉയർത്തെഴുന്നേറ്റ് പോയതുപോലെയുള്ള ഹല്ലേലൂയ സ്തോത്രം പിതാവിന് വലതുഭാഗത്തിരിക്കുന്നതായ ഇടമായ ഹല്ലേലൂയ സ്തോത്രം മഹത്വത്തിന്റെ ഹല്ലേലൂയ സന്നിധിയിൽ പോയതുപോലെ നമ്മൾ ക്രിസ്തു ഇരിക്കുന്നിടത്ത് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ സ്തോത്രം. ആ സ്വസ്ഥതയിൽ പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശബത്ത്, വാവ്, പെരുന്നാള്, ഇതൊക്കെ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ അത് നിഴലാണ്. പൊരുൾ എന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കണം. യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ശബത്തൊക്കെ ആചരിച്ചു കഴിഞ്ഞു. ന്യായപ്രമാണം മുഴുവനും നിവർത്തിച്ച് ഒരേ ഒരാളാരാ? യേശു കർത്താവ്. വേറെ ഒരൊറ്റ മനുഷ്യൻ ന്യായപ്രമാണം എന്ത് ചെയ്തിട്ടില്ല? ഹല്ലേലൂയ സ്തോത്രം നിവർത്തിച്ചിട്ടില്ല. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2:18. ഹല്ലേലൂയ സ്തോത്രം. ഏകാത്മാവിനാൽ പിതാവിലേക്ക് എന്ത് ചെയ്തു? എങ്ങോട്ടാ നമുക്ക് പ്രവേശനം വരുന്നത്? ഹല്ലേലൂയ സ്തോത്രം. പുത്രന്റെ വരവ് ആർക്ക് മാത്രമേ അറിയുള്ളൂ? പിതാവിന് മാത്രമേ അറിയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. പിതാവിലേക്ക് പ്രവേശനം എങ്ങനെ ലഭിച്ചത്? ഒന്നുകൂടെ വായിച്ചേ. യേശു മുഖാന്തരം ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പ്രവേശനം ലഭിച്ചു. വായിക്കും. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരല്ല, പരദേശികളല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാ. അതായത് വിശുദ്ധന്മാരാരാ? യഹൂദന്മാരായിരുന്നവരെ ഹല്ലേലൂയ സ്തോത്രം അവരാണ് ആത്മീയ യഹൂദന്മാർ. അവരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമാകുന്നു. വായിച്ചോ 18 വരെ 16 വരെ. മതി. ദൈവത്തിന്റെ ഭവനക്കാരുമാകുന്നു. 1 തീമോഥെയോസ് 1:8 മുതൽ 11 വരെ. ആർക്കാണ് ഈ ന്യായപ്രമാണം? ന്യായപ്രമാണം ആർക്കുള്ളതാ? ശബത്തൊക്കെ ആർക്കുള്ളതെന്ന് വായിച്ചേ. ഈ ശബത്തൊക്കെ ഉണ്ട്. ആർക്കാന്നറിയാമോ? വായിച്ചേ. ന്യായപ്രമാണമോ നീതിമാനല്ല. നീതിമാനാണ്. നമ്മളൊക്കെ എങ്ങനെ നീതീകരിക്കപ്പെട്ടത്? യേശുവിന്റെ രക്തം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നീതീകരിക്കപ്പെട്ടു. അപ്പൊ ന്യായപ്രമാണം ആർക്കുള്ളതാന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ന്യായപ്രമാണമോ നീതിമാനുള്ളവനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ,
പാപികൾ, അശുദ്ധർ, മ്ലേച്ഛന്മാർ, ആ മാതാപിതാക്കന്മാരെ കൊല്ലുന്നവർ, മാതാപിതാക്കന്മാരെ കൊല്ലുന്നവർ, കൊലപാതകർ, ദുർനടപ്പുകാർ, ആ നരമോഷ്ടാക്കൾ, ആ ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും ഈ പത്യ ഉപദേശത്തിന് വിപരീതമായ മറ്റ് ഏതിനും ഈ പത്യ ഉപദേശം എത്ര ദൈവമുണ്ട് നമുക്ക്? ഏകദൈവം. നിങ്ങൾ ദിവസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ എന്ത് പ്രമാണിക്കരുതെന്ന് ഹല്ലേലൂയ. അത് ഏത് വചനത്തിൽ എഴുതിയിരിക്കുന്നത്? അത് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. അത് വായിക്കാം. സ്തോത്രം. തിമോഥെയോസിന്റെ ലേഖനം 4:1 മുതൽ വായിച്ചോട്ടെ. എന്നാൽ ഭാവികാലത്ത് ചിലർ, പൗലോസാന്ന് പറയാ, എന്നാൽ ഭാവികാലത്ത് ചിലർ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെ ഉപദേശം. ഇതൊക്കെ ഏത് ഉപദേശം? അത് ദൈവ ബൈബിളിക്കലല്ല, ഭൂതങ്ങളുടെ ഉപദേശവും ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും. അവർ യഥാർത്ഥ വിശ്വാസം ത്യജിച്ചിരിക്കുക. അപ്പൊ അവർ ദിവസത്തെ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ആ സ്തോത്രം ത്യജിക്കുമെന്നും ആത്മാവ് തെളിവായിട്ട് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 4:7 വായിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഭക്തിവിരുദ്ധമായ ഇവരിങ്ങനെയുള്ളവർ എന്താണ്? ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളാണ് ഇതൊക്കെ. ഈ ന്യായപ്രമാണത്തിൽ പറയുന്നതൊക്കെ അതൊക്കെ നിന്നുപോയില്ലേ? ന്യായപ്രമാണത്തിൽ തന്നെ പറയുന്നുണ്ട്, യോശയ്യായുടെ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇതൊക്കെ നിന്നുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് യേശു കർത്താവിന്റെ വരവിലൂടെ അതെന്ത് ചെയ്തു? യേശുവിന്റെ മരണത്തോടു കൂടി അതെല്ലാം നിന്നുപോയി. പിന്നെ ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇതെന്താണ് പറഞ്ഞത്? കിഴവിക്കഥകൾ. ദൈവഭക്തിക്ക് ഒത്തവണ്ണമുള്ള അഭ്യാസമാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. 1 തിമോഥെയോസ് 6:3 മുതൽ വായിച്ചേ 10 വരെ. ക്രിസ്തുവിന്റെ ഉപദേശം. ഇത് കർത്താവായ യേശുവിന്റെ പത്യവചനം, ഭക്തിക്കൊത്ത ഉപദേശവും അന്യത ഉപദേശിക്കുന്ന. കേട്ടോ, അതൊക്കെ അന്യത ഉപദേശിക്കുന്ന. സെവന്തിലേക്ക് എന്താ? അന്യത ഉപദേശിക്കുന്ന, തിരിച്ചറിയാതെ വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ചിട്ട് അവരിൽ അങ്ങനെയുള്ളവരിൽ എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്? അസൂയ, ഷണ്ട, ദൂഷണം, ദുസ്സംശയം ഉണ്ടാകും, ദുർബുദ്ധികളും വ്യർത്ഥവാദമൊക്കെ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് ഉളവാകുന്നു. ഏത്? ഈ ന്യായപ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്നവരിൽ നിന്ന് ഇതൊക്കെ ഉളവാകുള്ളൂ. അവരിൽ നല്ല ഫലം കഴിക്കാൻ പറ്റില്ല. വായിക്കേ. അവർ ദൈവത്തെ ആദായ സൂത്രം എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? സംതൃപ്തിയോടുകൂടിയുള്ള ദൈവവചനം ആദായ സൂത്രം തന്നെയാണ്. വായിക്കേ. ആദായമാകുന്നതാനും ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നമുക്ക് ഒന്നും കൊണ്ടുപോകാനും കഴിയുന്നതുമല്ല. ഉണ്ണുവാനും കൊടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞ് നാം വിചാരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, വായിക്കേ. അവര് എന്ത് ചെയ്യും? കുടുക്കിലും കെണിയിലും ഒക്കെ എന്ത് ചെയ്യും? അകപ്പെടും. ഹല്ലേലൂയ. 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം 2:14-17 വരെ വായിക്കട്ടെ. ഇവരുടെ പ്രസംഗം എന്താണെന്നുള്ളത് ബൈബിൾ പറയുന്നുണ്ട്. കേൾക്കുന്നവരെ മറിച്ചു കളയുവാൻ അല്ലാതെ ഒന്നിനും കൊള്ളാത്ത ഈ വാഗ്വാദം, സെവന്തിലേക്ക് വാഗ്വാദം ചെയ്യുവാനും സാക്ഷിയാക്കി അവരെ നീ എന്ത് ചെയ്യണം? ഓർമ്മപ്പെടുത്തണമെന്ന് തിമോഥെയോസിനോട് പറയുകയാണ്. പിന്നെ നമ്മൾ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ആർക്ക് കൊള്ളാവുന്നതിനായി നിൽക്കണം? ദൈവത്തിൽ കൊള്ളാവുന്നതിനായി നിൽക്കാൻ ശ്രമിക്കണം. ഭക്തിവിരുദ്ധമായ കഥകളാണ് ഇതൊക്കെ. ഭക്തിവിരുദ്ധമായ വ്യർത്ഥ സംസാരങ്ങളെ ഒഴിഞ്ഞിരിക്കണം. അവർക്ക് അഭക്തിയാണ് അധികം മുതിർന്ന് വരുന്നത്. ഈ അഭക്തിയാണ് ഈ സെവന്ത് ഡേ ദിവസത്തേക്ക് ആചരിക്കുന്നത്. എന്താണ്? ഭക്തിയാണോ അഭക്തിയാണോ? അഭക്തിയാണ്. അവരുടെ വാക്ക് എന്താന്ന് പറഞ്ഞത്? അർബുദ വ്യാധി എന്ന് വെച്ചാൽ ആത്മീയ ക്യാൻസറാണ്. അവർ പ്രസംഗിക്കുന്നതെല്ലാം ആത്മീയ ക്യാൻസറാണ്. ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് അവർ പ്രസംഗിക്കുന്നത്. എന്തായത്? ബൈബിളിൽ തൃത്വം ഉണ്ടോ? 3 ദൈവം ഉണ്ടോ? ദൈവം പറയാണ്, എനിക്ക് മുമ്പ് ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എന്റെ ശേഷം ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാനാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് പിതാവായ ദൈവം പറയുന്നത്, എനിക്ക് മുമ്പ് ഒരു ദൈവം ഉണ്ടായിട്ടില്ല, ഇനി എന്റെ ശേഷം ഉണ്ടാകത്തില്ല. അപ്പൊ ശേഷം വന്ന കർത്താവിനെ രണ്ടാമത്തെ ദൈവമാക്കിയത് ആരാ? ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ പോയതിനു ശേഷം എന്ത് ചെയ്യും? കൊടിയ ജതാക്കൾ വന്നിട്ട് എന്ത് ചെയ്യും? ഈ വിപരീത ഉപദേശം ഉണ്ടാകും. AD 325 318 ബിഷപ്പുമാര് ചേർന്നിട്ട് എന്ത് ചെയ്തു? ഈ തൃത്വ ഉപദേശം
ഉണ്ടാക്കി. പൗലോസ് തിമോഥെയോസിനോട് പറയാണ്, നിന്നെ തന്നെയും ഉപദേശത്തെ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു കൊള്ളണം. ഹല്ലേലൂയ, സ്തോത്രം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ. എന്നാൽ അന്ന് നിങ്ങൾ ഇന്ന് ദൈവത്തെ അറിയാത്ത കാലത്ത് നിങ്ങൾ അവർ ദൈവത്തെ അറിയാം, നമ്മളെല്ലാം ദൈവത്തെ അറിയാത്തവരും സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്ത. എന്താണ് സ്വഭാവങ്ങളാൽ ദൈവത്താലല്ലാത്തവർ? ഒരു സെക്കൻഡ്. സ്വഭാവത്താൽ ദൈവങ്ങളല്ല. ദൈവത്തിന്റെ സ്വഭാവം എന്താ? ദൈവത്തിന് സൃഷ്ടിക്കാനൊക്കെ കഴിയും. ഇവിടെയുള്ള ദൈവങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അതൊക്കെ സൃഷ്ടിക്കും ആരെങ്കിലും? കഴിയുന്നുണ്ടോ? ഇല്ല. അത് സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ നിങ്ങൾ എന്ത് ചെയ്തു? ദൈവത്തെ അറിഞ്ഞും. ആരാ ദൈവം? പിതാവായ ഏകദൈവം. ഏകദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രം. ബലഹീനവും ദരിദ്രം. ബലഹീനം എന്ന് പറഞ്ഞാൽ എന്താ? ശക്തിയില്ലാത്തത്, ദാരിദ്ര്യം പിടിച്ചതുമായ ആദ്യപാഠം എന്താ? ന്യായപ്രമാണം. ആദ്യപാഠത്തിലേക്ക് തിരിഞ്ഞ് അത് നിങ്ങൾക്ക് ഈ ദിവസങ്ങൾ കാലം ഈ സെവന്തിലേക്കൊക്കെ നിങ്ങൾ അടിമപ്പെടുവാൻ എന്ത് ചെയ്യുന്നു? ഇച്ഛിക്കുന്നത് എങ്ങനെ എന്നിട്ട് ചോദിച്ചിട്ട് താഴെ പറയാണ്, നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചു പോകുന്നത്? ഈ ന്യായപ്രമാണത്തിലേക്ക് എങ്ങനെയാണ് തിരിച്ചു പോകുന്നത്? നിങ്ങൾ ദിവസങ്ങൾ, സെവന്ത് ശനിയാഴ്ച ഒരു ദിവസമല്ലേ? ദിവസങ്ങൾ, മാസങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, വർഷങ്ങളും പ്രമാണിക്കുന്നു. എങ്ങനെ? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും എന്ത് ചെയ്യുന്നു? പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ പൗലോസ് ഇവർക്ക് വേണ്ടി ഇവരെ സത്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഇവർ വീണ്ടും എന്ത് ചെയ്തോണ്ടിരിക്കുക? അവര് പോയി ശബത്ത് ആചരിക്കുക. അവര് എന്ത് ചെയ്യുന്ന? ശനിയാഴ്ച പോയി ആരായിരിക്കും? അപ്പൊ പൗലോസ് പറയാ, നിങ്ങൾ വീണ്ടും ദിവസങ്ങൾ, കാലങ്ങൾ, അല്ലെങ്കിൽ മാസയോഗം ഒക്കെ നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ ദോക്കസിലൊക്കെ എല്ലാ മാസയോഗം ഉണ്ടാകും, ആണ്ടുയോഗം ഉണ്ടാകും, ആണ്ടൃതി ഉണ്ടാകും, എല്ലാ യോഗവും ഉണ്ടാകും അല്ലേ? ഇതൊക്കെ ബൈബിളിക്കലാണോ? നിങ്ങൾ ദിവസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ, മാസങ്ങൾ ഇവ എന്ത് ചെയ്യരുത്? പ്രമാണിക്കരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയിപ്പോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസ് പറയാ. പൗലോസിനെ അറിയാൻ ഞാൻ പോയതിനു ശേഷം കൊടിയിൽ ചെന്നാക്കി ഈ ഉപദേശമൊക്കെ വീണ്ടും കൊണ്ടുവരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ന്യായപ്രമാണം യഹൂദന്മാർക്ക് കൊടുത്ത ഹല്ലേലൂയ നിയമമാണ്. അല്ലെങ്കിൽ അത് കർത്താവിന്റെ വരവ് വരെയാണ്, കർത്താവിന്റെ മരണം വരെയാണ് അതുള്ളത്. കർത്താവ് മരിച്ചു ഉയർത്തതിന് ശേഷം അത് തകർന്നുപോയി. ദൈവപുത്രൻ അത് തകർത്ത് കളഞ്ഞു. ഇരുപക്ഷത്തെയും ഒന്നാക്കേണ്ട നടുച്ചുവർ എന്ത് ചെയ്തു? ഇടിച്ചു കളഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്തത്? സെവന്തിലെ ആരാധനയ്ക്ക് എന്താണ് പറഞ്ഞേക്കുന്നത്? വിപരീത ഉപദേശം. ഇനി നമുക്ക് അടുത്ത ആഴ്ച അല്ലെങ്കിൽ യഹോവസാക്ഷിയുടെ ഉപദേശം എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഓരോ സഭയുടെ ഉപദേശം എന്താണ്? ഇതിന്റെയൊക്കെ ആധാരം എന്താ? ഹല്ലേലൂയ സ്തോത്രം. സെവന്തിലെ CSI സാൽവേഷൻ ആർമി ഇതെല്ലാം എന്താണോ പറഞ്ഞത്? മഹദിയാം ബാബിലോണിന്റെ 19-ാം നൂറ്റാണ്ടിലെ മക്കളാണ്. ഹല്ലേലൂയ സ്തോത്രം. മഹദിയാം ബാബിലോണിന്റെ 19-ാം നൂറ്റാണ്ടിലെ മക്കളായി ഉപദേശങ്ങളൊക്കെ. ഞാൻ പൗലോസ് പറഞ്ഞ് ഞാൻ പോയതിനു ശേഷം കുടിയിരുന്നേക്കാൾ വിപരീത ഉപദേശം. ഈ ബൈബിളിൽ ഇല്ലാത്ത ഉപദേശമാണ്. ഹല്ലേലൂയ സ്തോത്രം. എല്ലാ ലേഖനങ്ങളിലും 1 മുതൽ വായിച്ച് ഒരു 2-3 വായിച്ച് ഗലാത്യയിൽ തന്നെ വായിച്ച് 1 മുതൽ മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാരുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭയ്ക്ക് എഴുതുന്നത്. എന്നിട്ട് പറഞ്ഞിട്ട്, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടരോഗത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കേണ്ടത് നമ്മുടെ പാപങ്ങൾക്ക് നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. പിതാവായ ദൈവവും യേശു ആരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ലേഖനം എടുത്തോ. ലേഖനം എടുത്തോ. ദൈവേഷ്ടത്താൽ ക്രിസ്തയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാർക്കും ക്രിസ്തയേശുവിൽ വിശ്വസ്തന്മാർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആ പിതാവാണ് ദൈവം. പുത്രൻ ആരാ? നമ്മുടെ കർത്താവ്, അല്ലെങ്കിൽ മീഡിയേറ്ററാണ്. നമ്മുടെ പ്രാർത്ഥന പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുക. ശത്രു പാതപീഠമാകുമ്പോഴാണ് കാത്തുകൊണ്ടിരിക്കുക. കർത്താവിന്റെ വരവ് പോലും പിതാവിന് മാത്രമേ അറിയുള്ളൂ. അത് പിതാവ് പറയാൻ, എനിക്ക് മുമ്പ് ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എന്റെ ശേഷം ഉണ്ടാകില്ല. ഞാൻ തന്നെ, ഞാനല്ലാതെ ഒരു ദൈവമില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഏതാണ്ട് 3000 ചില്ലുവാൻ ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതിനെല്ലാം ആൻസറും ദൈവം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യപുത്രൻ എനിക്ക് തുല്യനാ എന്നിട്ട് കർത്താവ് പറയാണ്, മനുഷ്യപുത്രന്മാരിൽ എനിക്ക് തുല്യൻ ആരുമില്ല, ദേവന്മാരിൽ എനിക്ക് തുല്യൻ ആരുമില്ല, സ്വർഗത്തിൽ എനിക്ക് തുല്യൻ ആരുമില്ല, ഭൂമിയിൽ എനിക്ക് തുല്യൻ ആരുമില്ല. ആരും തുല്യനില്ല. പിന്നെ എങ്ങനെ ഇവരെ തുല്യ ദൈവം വന്നാൽ? തുല്യനായ ദൈവം ഉണ്ട്. അതാരാ? ദൈവമല്ല, ദൈവം ആഗ്രഹിച്ചു ഒരുത്തൻ. ഞാൻ അത്യുന്നതനോട് സമനാകും,
അത്തിന്റെ മീതെ വാണല്ലോ എന്ന് പറഞ്ഞവൻ ആരാ? പിശാച. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് പിശാചാണ് ഈ ഹല്ലേലൂയ സ്തോത്രം ഈ രണ്ടാമത്തെ ദൈവം, പുത്രനാ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന ആരാ? അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിരത്തി വീണു. അവൻ ദൈവത്തിന്റെ പുത്രനായിരുന്നു. പിശാച് ആരായിരുന്നു? ദൈവത്തിന്റെ പുത്രൻ. അവൻ നെഗളിച്ച് പോകുന്നവരെ അവൻ ആരായിരുന്നു? ദൈവത്തിന് പുത്രൻ. അവൻ ആരാണ്? അവന്റെ പ്രവൃത്തി എന്താണ്? അവൻ എങ്ങനെയാണ് വെട്ടേറ്റ് നിരത്തി വീണത്? എന്തിനാണ് ദൈവം അവനെ വെട്ടിയതെന്നൊക്കെ കുറിച്ച് അതിനെക്കുറിച്ച് ഒരു ദിവസം ക്ലാസ് എടുക്കാം. അതുകൊണ്ട് വിപരീത ഉപദേശം ഈ ആഴ്ച നമ്മൾ പഠിച്ച 7th ഡേ അതെന്താണെന്ന് പറഞ്ഞത്? ദൈവികമാണോ? അല്ല. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഇനി ദിവസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ അതെല്ലാം നിന്നു പോകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അത് നിങ്ങൾ വീണ്ടും പ്രമാണിക്കരുതെന്ന് പൗലോസ് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ദിവസങ്ങളില്ല കേട്ടോ. ഇന്ന് ഈ ഇന്ത്യയിൽ വെള്ളിയാഴ്ചയാണ് നമുക്ക് ഒഴിവ് ദിവസമെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ച ആരാധിക്കാം. നമുക്ക് ഞായറാഴ്ച ഒന്നും മുഖ്യത്വമില്ല. തിങ്കളാഴ്ച നമുക്ക് ഈ ഇന്ത്യയിൽ നമുക്ക് പിന്നെ പൊതു അവധിയെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച ആരാധിക്കാം. നിങ്ങൾക്ക് ദിവസങ്ങളില്ല, കാലങ്ങളില്ല, ആണ്ടുകളില്ല, മാസങ്ങളില്ല. നമുക്ക് എപ്പം വേണമെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നത്. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ സ്തോത്രം. എല്ലാത്തിനും എല്ലായ്പ്പോഴും ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കാനാണ് പറഞ്ഞത്. അതിന് നമുക്ക് ദിവസങ്ങളൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും വിശുദ്ധ ദിവസമാണ്. നമുക്ക് ശരിയില്ല, ഞായറില്ല, തിങ്കളില്ല, ചൊവ്വായില്ല, എല്ലാ ദിവസവും വിശുദ്ധമാണ്. ദൈവത്തിന്റെ എല്ലാ ദിവസവും ദൈവത്തിന് വിശുദ്ധമാണ്. അതുകൊണ്ട് പെരുന്നാൾ, വാവത്ത്, ശബത്ത് ഇതെല്ലാം ആചരിക്കുന്നവരാരെന്ന കൃപയിൽ നിന്നും വീണുപോയി, ക്രിസ്തുവിൽ നിന്നും വേർപെട്ടു പോയി. നമ്മൾ വേർപെട്ടു പോയതല്ല, നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായിരുന്നു. ഈ വചനങ്ങളാ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അടുത്ത് വരുന്ന ആഴ്ചയിൽ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ഈ വിപരീത ഉപദേശത്തെ കുറിച്ച് കൂടുതലായി പഠിക്കുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. അതിനായി ദൈവത്തിന്റെ സന്നിധി നമ്മൾ തന്നെ ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കാം. കണ്ണുകളെ. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പുത്രനെ ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഹല്ലേലൂയ വിശുദ്ധ പൽക്കാല സർവശക്തനെ ആരാധിപ്പാൻ, മഹാദൈവത്തെ സ്തുതിപ്പാൻ ദൈവം കൃപ ചെയ്ത് ഓർത്തു സ്തോത്രം. ഇന്ന് ദൈവം ഞങ്ങൾ ചിന്തിച്ചതായ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ. ദൈവമേ, നീ ഞങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. കർത്താവെ, അനേകം ദൈവം ആരെന്നറിയാതെ ഹല്ലേലൂയ സ്തോത്രം പുത്രനാ ദൈവത്തെ ആരാധിക്കുമ്പോൾ സത്യദൈവം, സത്യദൈവമായ ഏക ദൈവത്തെ ആരാധിക്കുവാൻ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്ത് ഓർത്തു സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞു, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും, എന്റെ പിതാവും നിങ്ങളുടെ പിതാവുമായി എൻ്റെ അടുത്തേക്ക് ഞാൻ കടന്നു പോകുന്നു. എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവമാണ് നിങ്ങളുടെയും ദൈവം. എനിക്കൊരു ഹല്ലേലൂയ പിതാവുണ്ട്, ആ പിതാവാണ് നിങ്ങളുടെയും പിതാവെന്ന് പറഞ്ഞ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ഇന്ന് ദൈവത്തെ ആരാധിപ്പാൻ കൃപ ചെയ്ത് ഓർത്തു സ്തോത്രം. ഞങ്ങൾ ചിന്തിച്ച വചനം ഹല്ലേലൂയ അനേകം പ്രയോജനമാകാൻ കൃപ ചെയ്യണമേ. അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ.